ജിമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ജിമിനി എന്ന് പറഞ്ഞൊരു നമ്മൾ നമ്മുടെ ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേർഡാണ്, വേർഡിൽ നിന്ന് എടുത്തതാണ്. ശരിക്കും ഷീ വാസ് റൈറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഒരു ഉൾഗ്രാമത്തിലെ ഒരു കോളനിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ പ്രശ്നം കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പിന്നെ ഇതുപോലുള്ള മാലിന്യ പ്രശ്നം വന്ന് അടിഞ്ഞ് ഇവരുടെ ഗ്രാമത്തിലാപട പ്രശ്നങ്ങളാണ്, അവർക്ക് രോഗങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയം വന്നപ്പോഴത്തേക്ക് അവരെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി, അതായത് അവർക്കൊക്കെ ലഹരികൾ കൊടുത്ത് ഒരു അടിമപ്പെടുത്തുന്ന പോലുള്ളൊരു ജീവിത സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഇവരെയൊക്കെ കരകയറ്റാൻ വേണ്ടി ഒരു കുട്ടിയുടെ പ്രയത്നമാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഷീ വാസ് റൈറ്റ് എന്ന് വെച്ചാൽ അവിടെ വ്യൂ അല്ലെങ്കിൽ അവിടെ ചിന്ത അതെല്ലാം ശരിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ജെമിനി എന്ന കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടുന്നത്, അതായത് മീനാക്ഷിയിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ജെമിനി എന്ന് പറഞ്ഞ കഥാപാത്രമല്ല. ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഥാപാത്രം സഞ്ചരിക്കുന്ന കഥാപാത്രത്തിൻ്റെ വീക്ഷണം, കഥാപാത്രം പോലെ തന്നെ മറ്റുള്ളവരുടെ വീക്ഷണം ഇത് തന്നെയാണ്. അതാണ് ജിമിനി. അവരുടെ കഥാപാത്രത്തിന്റെ പേരല്ല, ഒരിക്കലും അല്ല, കഥയ്ക്ക് വേണ്ടിയിട്ടാണ് ജിമിനി എന്നുള്ളൊരു സവിശേഷത ഉപയോഗിച്ചത്. അതെ, അതിനകത്ത് വേറെ കാര്യമുണ്ട്. ആർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ശരിയിലൂടെ അല്ലെങ്കിൽ നമുക്കൊരു വീക്ഷണം ഉണ്ട്. ഇപ്പം ഞാനൊരു സംവിധായകനാകണമെന്നുള്ള എൻ്റെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണല്ലോ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയ. പല പ്രതിസന്ധികളുണ്ടാകും, എന്നാലും ഇവിടെ എത്തിയത്. അപ്പം ഈ സിനിമയാണെങ്കിൽ ഇത് റിലീസിങ് ചെയ്ത് കഴിഞ്ഞ് ജനങ്ങൾ സ്വീകരിക്കുന്നത് നമ്മുടെ പ്രതിസന്ധിയാണ്. അപ്പോൾ അതുതന്നെയാണ് കഥയും പറഞ്ഞു പോകുന്നത്.